മെയ് 1 തിയേറ്ററുകളിലെത്തിയ സിനിമകളിൽ വൻ നേട്ടം കൊയ്തു മുന്നേറുകയാണ് സൂര്യ ചിത്രം റെട്രോയും ബോളിവുഡ് ചിത്രം റെയ്ഡ് 2ഉം. ഇപ്പോഴത്തെ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഗംഭീര ഹിറ്റായി മാറിയ റെട്രോയ്ക്ക് കേരളത്തിലടക്കം തണുപ്പൻ പ്രതികരണമായിരുന്നു ലഭിച്ചത്. എന്നാൽ സിനിമ ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 19.25 കോടി രൂപയാണ്. ഇതോടെ കങ്കുവയ്ക്ക് ശേഷം ഏറ്റവും അധികം ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടുന്ന സൂര്യ ചിത്രമായി മാറുകയാണ് റെട്രോ. 22 കോടി രൂപയായിരുന്നു കങ്കുവയുടെ ആദ്യ ദിന കളക്ഷൻ. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പരിവേൽ എന്ന ഗാങ്സ്റ്ററായാണ് സൂര്യ എത്തിയത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായിക. ജോജു ജോർജ്, സ്വാസിക, ജയറാം, നാസർ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അജയ് ദേവ്ഗൺ ചിത്രം റെയ്ഡ് 2ഉം 19.25 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം നേടിയ കളക്ഷൻ. എന്നാൽ സിംഗം അഗെയിൻ, സിംഗം റിട്ടേൺസ്, ഗോൽമാൽ അഗെയിൻ എന്ന സിനിമകളുടെ ഓപ്പണിംഗ് ഡേ കളക്ഷനേക്കാൾ വളരെ പിന്നിലാണ് റെയ്ഡ് 2. 2018 പുറത്തിറങ്ങിയ റെയ്ഡ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സീക്വലാണ് റെയ്ഡ് 2. റെട്രോ, റെയ്ഡ് 2 എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് നാനി ചിത്രം ഹിറ്റ് 3 ആണ്. 18 കോടി രൂപയാണ് ചിത്രം ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ശൈലേഷ് കൊലാനുവിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം ഹിറ്റ് ദി തേർഡ് കേസ് എന്ന ടൈറ്റിലിലാണ് എത്തിയത്. ശ്രീനിധി ഷെട്ടിയാണ് ചിത്രത്തിൽ നായികയായത്. ശശികുമാർ സിമ്രാൻ ചിത്രം ടൂറിസ്റ്റ് ഫാമിലിക്ക് 2.35 കോടി രൂപയാണ് ഓപ്പണിംഗ് ദിനത്തിൽ ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായത്. അഭിഷാൻ ജിവിന്ദാണ് ചിത്രം സംവിധാനം ചെയ്തത്. സഞ്ജയ് ദത്ത്, മൗനി റോയ് ചിത്രം ദി ഭൂതനയ്ക്ക് വെറും 65 ലക്ഷം രൂപ മാത്രമാണ് ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.